അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി വ്യായാമം എപ്പോഴും നല്ലതാണെന്നുള്ള കാര്യം. പക്ഷേ ഓവറായിട്ട് നമ്മൾ അമിതമായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ അത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുമോ? തീർച്ചയായിട്ടും. നമുക്കറിയാം പുനീത് രാജ്കുമാരൻ എന്ന നടൻ, കന്നഡ നടൻ്റെ ചരിത്രമറിയാം. 46 വയസ്സ്, ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലൊരു ജിമ്മിൽ അദ്ദേഹം അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മസിലിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുകയാണ്. പ്രഷറില്ല, അദ്ദേഹത്തിൻ്റെ ഹൗസ് ഡോക്ടർ പറഞ്ഞു പ്രഷറില്ല, പ്രമേഹമില്ല, എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഓവർ വെയ്റ്റ് ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസ്വാസ്ഥ്യം, അമിതമായുള്ള ആ വ്യായാമം വന്നപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഉടനെ കാർഡിയാക് അറസ്റ്റ്, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. വ്യായാമത്തിന് സമയപരിധി ഉണ്ടെന്ന് ഓർക്കണം. അതിന് OTS എന്ന് പറയും, ഓവർ ട്രെയിനിങ് സിൻഡ്രം എന്നും നാം പറയും. ഓവർ ട്രെയിനിങ് സിൻഡ്രം എന്ന് പറയും വ്യായാമം ചെയ്യുന്നത് തന്നെ അത് ചില ശാസ്ത്രീയമായ ചില നിർവചനങ്ങളും പരിമിതികളും ഉണ്ടെന്ന് ഓർക്കണം. വ്യായാമം അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു വാമപ്പ് പീരീഡ്, ഒരു സ്ലോ ഡൗൺ, കൂൾ ഡൗൺ പീരീഡ്, ആ വ്യായാമം അത് കൂടെ ശരീരത്തിന് കൂൾ ഡൗൺ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അല്ലാതെ ശരീരത്തെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി നമുക്കെല്ലാം 6 പാക്കോ 7 പാക്കോ ഒക്കെ വേണമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പോയാൽ അത് മരണത്തിലേക്ക് പോകാം. ഹൃദയം താങ്ങില്ല എന്നോർക്കണം. അത് സ്ട്രെസ് ഹോർമോണുകളുടെ തിരയിളക്കമാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. സ്ട്രെസ് ഹോർമോണുകൾ അത് ഹൃദയധമനി ചുരുക്കുന്നു, നെഞ്ചെടുപ്പ് കൂട്ടുന്നു, BP കൂട്ടുന്നു, ഓരോ തരത്തിലുള്ള നമുക്ക് വിശപ്പ് കുറയുന്നു. ഇങ്ങനെ ഓവർ ട്രെയിനിങ് സിൻഡ്രം ഉള്ളവർക്ക് വിശപ്പ് കുറയുന്നു, ലൈംഗികമായ താല്പര്യങ്ങൾ കുറയുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത് ഓർക്കണം. അപ്പോൾ ഒരിക്കലും വ്യായാമം ആവശ്യമാണെങ്കിലും പരിധിക്കുള്ളിൽ, ലക്ഷ്മണരേഖയ്ക്ക് പുറത്തുള്ള വ്യായാമം ഒരിക്കലും നമുക്ക് പറ്റില്ല എന്നോർക്കണം. ഇതുതന്നെയാണ് പല സെലിബ്രിറ്റികൾക്കും പെട്ടെന്നുള്ള മരണത്തിന് വേണ്ടിയുള്ള കാരണമെന്ന് നാം ഓർക്കണം. വ്യായാമത്തിൻ്റെ പരിധികൾ ഓർക്കണം, ആ സമയപരിധി ഓർക്കണം, അത് കൂൾ ഡൗൺ ചെയ്യാനുള്ള സമയം കൊടുക്കണം. ശരീരത്തിനാവില്ല എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ശരീരത്തെ ഒരിക്കലും വലിച്ചിഴക്കരുത് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ രോഗികളോട് പലപ്പോഴും പറഞ്ഞത്, നിങ്ങൾ നേരം വെളുത്തിട്ട് രാവിലെയാണ് വ്യായാമത്തിന് ഏറ്റവും പറ്റിയ സമയം. വൈകുന്നേരം എന്ത് പറ്റുന്നു, ജോലിയും ആക്രാന്തമെല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന ശരീരം, ഡോക്ടർ പറഞ്ഞല്ലോ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ശരീരത്തെ വലിച്ചുകൊണ്ട് പോവുകയാണ് വൈകുന്നേരം. നോ, ആരോഗ്യമുള്ളപ്പം വേണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയും ഇല്ലാത്തപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത്. ക്ഷീണവും തളർച്ചയും അമിതമായിട്ടുള്ള ആൾ ഒരിക്കലും വ്യായാമം ചെയ്യരുത്. വ്യായാമത്തിന് വേണ്ടി അത് ഏറ്റവും നല്ല സമയമാണ് രാവിലെ. അപ്പം പൊല്യൂഷനും കുറവ്, അന്തരീക്ഷം നല്ലത്, ട്രാഫിക് കുറവ്. രാവിലെ ഒരു 5:30-6 മണിക്ക് നമുക്ക് 1 മണിക്കൂർ നടപ്പ്, ഓട്ടം, ഇതൊക്കെ വളരെ നല്ലതാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് എല്ലാം മടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നാം ശരീരത്തെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്.